ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മൊളസ്കം കണ്ടേജിയസം. മൊളസ്കം കണ്ടേജിയസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ് എന്നാണ്. അതെന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഓക്കെ, അപ്പം അത് തന്നെ എത്ര ടൈപ്പ് ഉണ്ടെന്ന് വേണം ചോദിക്കാം. അപ്പം 4 ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് ടൈപ്പ് 1 ആണ് ചിൽഡ്രനെ എഫക്റ്റ് ചെയ്യുന്നത്, ടൈപ്പ് 2 ആണ് അഡൽട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് അറിഞ്ഞ് വെച്ചേക്കുക. അപ്പം മോസ്റ്റ് കോമൺലി ഇഫക്റ്റ് ചെയ്യുന്നത് ചിൽഡ്രനെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ടൈപ്പ് 1 തന്നെയാണ്. പിന്നെ ഇത് ഏത് ഫാമിലിയിൽ ഉള്ളയാ, അത് ഏത് വൈറസാന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇറ്റ് ഇസ് മൊളസ്കം കണ്ടേജിയോസം വൈറസ് ഓഫ് ഫാമിലി പോക്സ് വൈറിഡേ. പിന്നെ അതൊരു DNA വൈറസാണ്. പോക്സ് ഫാമിലിയിലാണ്. ഇപ്പോൾ ഈ സ്മോൾ പോക്സിലൊക്കെ ആണെങ്കിലും ഈ ഉണ്ടായിട്ടുള്ള ലീഷൻസ് ആണല്ലോ വരുന്നത്. അപ്പം അതേപോലെ ഒരു പാപ്യൂൾസ് വരുന്ന ഒരു സംഭവമാണ് ഈ മൊളസ്കം കണ്ടേജിയോസം എന്ന് പറയുന്നത്. പിന്നെ അഡൽട്ട്സിലാണെങ്കിൽ ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ ട്രാൻസ്മിഷനായിട്ടും ഇത് വരാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അംബിലിക്കേറ്റഡ് പാപ്യൂൾസ് വിത്ത് സെൻട്രൽ ഇൻഡൻറ്റേഷൻ, അതായത് പാപ്യൂൾസ് ഉണ്ടാവും, അതിൻ്റെ നടുക്കൊരു ഉണ്ടാവും, കുഴി പോലെ ഉണ്ടാവും. ഇറ്റ് ഈസ് അംബിലിക്കേറ്റഡ് പാപ്യൂൾസ് വിത്ത് സെൻട്രൽ ഇൻഡൻറ്റേഷൻ. പിന്നെന്ന് വെച്ചാൽ ഇതാണ് പിക്ചർ ഓഫ് മൊളസ്കം കണ്ടേജിയസ് എന്ന് പറയുന്നത്. പോസിബിൾ സ്യൂഡോകോപ്ന ഫെനോമെനൻ, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ലീഷൻസ് അലോങ് ദി ലൈൻ ഓഫ് ട്രോമ. അപ്പം കോപ്ന ഫെനോമെനൻ എന്ന് പറയുന്നത് നമ്മൾ സോറിയാസിസിലാണ് പഠിച്ചത്. അതായത് എവിടെയെങ്കിലും ഒരു ട്രോമ വരുവാണെങ്കിൽ ആ ഒരു ട്രോമയുടെ സ്ഥലത്തായിട്ടൊക്കെ ലീഷൻ വരിക. അപ്പം ഇതേപോലൊരു സംഭവം ഈ സംഭവത്തിനും കാണും. അതായത് എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഈ മൊളസ്കം കണ്ടേജിയോസം ഡെവലപ്പ് ചെയ്യും. അതിനെ ഇത് സ്യൂഡോകോപ്ന ഫിനോമിനൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫേസിൽ വരാം, പിന്നെ നമ്മൾ പറഞ്ഞു ജെനൈറ്റൽ റീജിയനിൽ വരാം. അപ്പം ഏതൊരു ബോഡി പാർട്ടിൽ വരാം. ജെനൈറ്റൽ റീജിയനിലാണ് വരുന്നതെങ്കിൽ മേ ബി ഇറ്റ് മൈറ്റ് ബി ഡ്യൂ ടു സെക്ഷുവൽ ട്രാൻസ്മിഷൻ. പിന്നെ ചിൽഡ്രനിലാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. വലിയവരിലാവുമ്പം അസിംറ്റോമാറ്റിക് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി വഴി ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ ആക്ച്വലി മനസ്സിലാവേണ്ടതാണ്. ഇപ്പോൾ സപ്പോസിങ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഹിസ്റ്റോപാത്തോളജി. ആൻഡ് ഹിസ്റ്റോപാത്തോളജിയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡീസ്. അതെന്ന് പറയുന്നത് ഈസ്നോഫിലിക് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസാണ്. എന്താണ് ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡീസ്, HP ബോഡീസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് തനിയെ ആക്ച്വലി റിസോൾവ് ചെയ്യും, സെൽഫ് റിസോൾവിങ് ആണ്. ഓറൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല. ബട്ട് നമുക്ക് അവിടെ പൊട്ടാനായിട്ട് വി ക്യാൻ ഗിവ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പോൾ എപ്പിഡാമൽ സ്കിന്നിനെ ലൈസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആണെങ്കിലും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലും ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നത്. അപ്പം ഈ സ്കിന്നിനെ അല്ലെങ്കിൽ കെരാട്ടിനെയൊക്കെ ലൈസ് ചെയ്ത് കളയുമ്പോഴത്തേക്കിനും അവിടുത്തെ വൈറസ് ഇമ്മ്യൂണിറ്റി ആയിട്ട് എക്സ്പോസ്ഡ് ആവും. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ക്രയോതെറാപ്പി ചെയ്യാം, നീഡിൽ എക്സ്റ്റർപേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോകോട്ടറി ചെയ്യാം. ഇതൊക്കെ ചെയ്ത് നമുക്ക് ഈ സാധനത്തോട് നമുക്ക് എടുത്തങ്ങ് കളയാം. പിന്നെ സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ നമുക്ക് ലെവിമെസോൾ കൊടുക്കാം, സിമിറ്റിഡിൻ കൊടുക്കാം. ഇതൊക്കെ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുമ്പോഴത്തേക്കിന് ഇതിന് എതിരായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മൊളസ്കം കണ്ടേജിയസത്തിനെ പറ്റി പറയാനുള്ളത്. ബൈ.